സഹോദരന്മാരെ, ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇവിടെ ചോദ്യം ചോദിക്കാൻ ആരുണ്ട് എന്ന് പലരും എന്നോട് പറഞ്ഞിരുന്നു. ഇവിടുത്തെ പുത്തൻവാദികൾ പ്രചരിപ്പിച്ചത് ഞാൻ കേട്ടിരുന്നു. കേരളത്തിൽ നിന്ന് 3 മൗലവിമാരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ചോദ്യം ചോദിപ്പിക്കുമെന്ന് പറഞ്ഞ മുജാഹിദിന്റെ മൗലവിമാരെവിടെ? അവരിപ്പോ ജീവിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ഞാൻ പറയുന്നു, ആ ചോദ്യം ചോദിക്കാനുവന്ന കേരളത്തിൽ വന്ന് നിങ്ങൾ 3 മൗലവിമാരെ എവിടെ പേടിച്ചു പോയോ? ഇനി താല്യമായ നൗഫൽ സഖാഫി കളസമെന്ന പോലെന്ന് ഇങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ കർണാടകയിലെ തോക്കിയ ഉസ്താദ് വന്നാൽ എങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിച്ചു നോക്കൂ. هذا القرآن يوحدنا لطريق الخير يوجهنا الله تعالى أنزله ورسول الله معلمنا هذا القرآن يوحدنا لطريق الخير يوجهنا الله تعالى أنزله ورسول الله معلمنا لا أنزله ورسول الله معلمنا. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم أشرف المخلوقين وعلى آله وأصحابه الفائزين، أما بعد. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم. صدق الله مولانا العظيم. أهل البدع كلاب أهل النار في النار أو كما قال رسول الله صلى الله عليه وسلم. വളരെയേറെ സ്നേഹവും ആദരവും ബഹുമാനവും നിറഞ്ഞ പണ്ഡിതന്മാർ, പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ, ഉപ്പിനങ്ങടി ഡിവിഷൻ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കർമ്മധീരരായ, കർമ്മോത്സുകരായ, ധർമ്മധീരരായ പ്രവർത്തകന്മാർ, ഈ മഹത്തായ പരിപാടി ഇവിടെ നടത്താൻ നമുക്ക് സ്ഥല സൗകര്യം ഒരുക്കിത്തന്ന ഈ സ്ഥലത്തിന്റെ ഉടമ ഹൈന്ദവ സഹോദരനാണെങ്കിലും അവനും ഇസ്ലാമിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതിലെന്തോ വിഡ്ഢിത്തങ്ങൾ, നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബോളത്തരങ്ങൾ, സഫാഹത്ത് പറഞ്ഞിട്ട് പോയതിന് ഇസ്ലാമിൽ അങ്ങനത്തെ സഫാഹത്ത് ഇനി പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പരിപാടി ഇവിടെ വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ സലഫികളുടെ കള്ളത്തരങ്ങളിൽ കുടുങ്ങിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു ഈ പരിപാടിയിലൂടെ ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അല്ലെങ്കിൽ അവരെ ഷർറിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, ഇന്ന് പഴയ കാലം പോലെയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് പറയേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സലഫി വിഭാഗത്തെ ഒരുപാട് ഗ്രൂപ്പുകളും പാർട്ടികളുമായി തമ്മിൽ തല്ലിച്ച് അടിയും പിണക്കും ഗുൽമാലുമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട നൗഫൽ കളസ ഉസ്താദോ അല്ലെങ്കിൽ തോക്കെ കാമിൽ സഖാഫി ഉസ്താദിനെ പോലെയുള്ള ആരെങ്കിലുമോ കർണാടകയിൽ അതിന്റെ മറുപടി പറയേണ്ട ആവശ്യമില്ല. ശരിക്കുള്ള മറുപടി സലഫികളുടെ ഇരു ഗ്രൂപ്പുകൾ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും ഇവിടുത്തെ സലഫികൾക്ക് മനസ്സിലായിട്ടില്ല, പാപത്തിന്റെ പുള്ളർക്ക് തിരിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഈ കള്ളത്തരം വിളമ്പിത്തരുന്ന മൗലവിന്റെ കള്ളത്താടി പിടിച്ചിട്ട് കേൾക്കണം. യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസ് നീ കേട്ടിട്ടുണ്ടോ? മറുപടി പറഞ്ഞില്ലെങ്കിൽ കൊണ്ടുപോയിട്ട് എടുക്കേണ്ട പണി നിങ്ങനെ എടുക്കണം. നമ്മ തീവ്രവാദികളല്ല, നമ്മൾ അടിയും പൊടിയും ഗുൽമാലുമാക്കുന്ന ആളല്ല. നമ്മളിങ്ങനെ ആശയം പറയുകയാണ്. എന്തേ കർണാടകയിലേക്ക് സലഫിന്റെ ഗ്രൂപ്പുകൾ എത്താതിരുന്നത്? എന്തേ നിങ്ങൾ അവരോട് ചോദിച്ചില്ല?
ഒരു കാലത്ത് സിഹിറും ജിന്നും ശൈത്താനും ഒക്കെ ഉണ്ടായിരുന്നില്ല, ഇല്ല എന്ന് പറഞ്ഞ വിഭാഗം. സിഹിറുണ്ട്, ശൈത്താനുണ്ട്, ജിന്നുണ്ട്. മരുഭൂമിയിൽ പോകുമ്പോ നമ്മൾ കാണാത്ത ആളുകളെ വിളിച്ചിട്ട് സഹായം ചോദിക്കാൻ പറ്റും. നമുക്ക് കാണാത്ത കുറെ ആളുകൾ ലോകത്തുണ്ട്, അവരോട് ചോദിക്കണം. യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറയുന്ന ഹദീസ് ഉണ്ട് എന്ന് നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തേ സലഫികളെ നിങ്ങൾ തലക്കത് കയറാതിരുന്നത്? ആധുനിക ലോകത്ത് ജീവിക്കുന്ന നിങ്ങൾ, പ്രസന്റ് വേൾഡിൽ ജീവിക്കുന്ന നിങ്ങൾ, കുറച്ച് ബുദ്ധി ചെലവാക്കാനാണ് ഞങ്ങളെ പ്രവർത്തകർക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ മറുപടി ഒന്നും ആവശ്യമില്ല. ഈ കിതാബിനെ ഉദ്ധരിച്ചിട്ട് ബഹുമാനപ്പെട്ട നൗഫൽ ഖൽസ് ഉസ്താദിന് ഈ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അവരെ പ്രസംഗം ഒന്ന് കേട്ടാൽ മതി. ശരിക്ക് ചങ്ങരംകുള എന്ന് പറഞ്ഞിട്ട് ഒരു സമ്മേളനം നടന്നിരുന്നു കുറച്ചു കൊല്ലം മുമ്പ് മലപ്പുറത്ത്. അന്ന് ഈ സലഫി വിഭാഗം ഒക്കത്തുണ്ടായിരുന്നു, ഒരേ പാർട്ടി. അന്ന് വലിയ പ്രാസംഗികന്മാരായിട്ട് വന്നിട്ട് സ്റ്റേജിലിരുന്ന കുറെ ആളുകൾ കോഴിക്കോട് സലഫിന്റെ 8ാം സമ്മേളനം നടത്തുമ്പോ എല്ലാം പാർട്ടിന്റെ പുറത്ത്. നിങ്ങൾ തന്നെ ഡോക്ടർ എന്ന് പേരിട്ടിട്ട് വിളിച്ച, ഇപ്പൊ ഡോക്ടർ പേരിന്റെ തുടക്കത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ സാക്ഷാൽ സക്കരിയ സലാഹി ഇന്നെവിടെ? കോഴിക്കോട് സമ്മേളനത്തിൽ സക്കരിയ സലാഹിനെ കാണാനില്ല, ബാലുശ്ശേരിനെ കാണാനില്ല. അന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ സർക്കസിന്റെ ഹാസ്യധാരികളെല്ലാം കൊണ്ടുവന്നിട്ട് വലിയ ഉലമാക്കളാക്കിയിട്ട് തൊപ്പിയിൽ ഇട്ടിട്ട് കൊണ്ടുവന്നിട്ട് ഒരു ചങ്ങായില്ല, ബാലുശ്ശേരി എന്ന് പറഞ്ഞിട്ട്. കോഴിക്കോട്ടിന്റെ 8ാം സലഫി സമ്മേളനത്തിന്റെ എന്തെങ്കിലും നോക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ നോക്കണം. ഈ ബാലുശ്ശേരി നിലത്തിരുന്നിട്ട് പരിപാടി കേൾക്കുന്നു. അന്ന് ചങ്ങരംകുളം സ്റ്റേജിൽ വലിയ പണ്ഡിതനായിട്ടുണ്ടായിരുന്നു. 8ാം സമ്മേളനം കോഴിക്കോട്ട് നടന്നപ്പോ ഈ ബാലുശ്ശേരി നിലത്തിരുന്നിട്ട് ഈ മുട്ടും കാലും പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാണുന്ന ഒരു കെപ്പന മാതിരി. ഇതാണോ സഹോദരങ്ങളെ നിങ്ങളെ ഉലമാക്കള്, നിങ്ങളെ പണ്ഡിതന്മാർ? ഞങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ നാണക്കേടാക്കുന്ന അവരെ പാർട്ടിയിൽ നിങ്ങൾ ഇപ്പൊ കുടുങ്ങിപ്പോയിട്ടുണ്ടല്ലേ സഹോദരങ്ങളെ. നമ്മൾ അന്നും ഇന്നും എന്നും ഒരേ ആശയമാണ്. ഇപ്പൊ ഞങ്ങൾ റബീഉൽ അവ്വലിന് മാത്രം മങ്കൂസ് മൗലൂദ് ഓതി മതിയാന്നില്ല എന്നാണ് ഇവിടുത്തെ സലഫി പറയുന്നത്. എപ്പോഴും ഓതണോ? ഞങ്ങൾ ഓതിക്കൊണ്ടുണ്ട് എപ്പോഴും. നിങ്ങൾ അറിയാഞ്ഞിട്ടാണ്. നിങ്ങളാണ് റിയാദിലേക്ക് പോകുമ്പോ മൗലിദ് കിതാബിനെല്ലാം കൊടഞ്ഞു പൊടിച്ചിട്ട് ഓതിയിട്ട് മൗലിദെല്ലാം ഓതിയിട്ട് റിയാദിലേക്ക് പോയത്. അവിടെ ഏതോ കള്ളസലഫിന്റെ സീഡി കേട്ടിട്ട് നിങ്ങൾ പണി കിട്ടാതായപ്പോ അവര് ചോറും തിന്നിട്ട് അവര് റൂമിൽ താമസിച്ചപ്പോ സീഡി കേട്ടിട്ട് വന്നിട്ട് മൗലിദ് വേണ്ടാന്ന് പറഞ്ഞിട്ട് കിതാബിനെല്ലാം മടക്കി വെച്ചത് നിങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഈ ഗ്രൂപ്പ് തമ്മിലടിച്ച് മൗലവിമാരൊക്കെ നാട് വിടുന്ന കാലം വരുമ്പോ നിങ്ങളെല്ലാവരും ആ പഴയ മൗലിദ് കിതാബ് എടുത്തിട്ട് മൗലിദ് ഓതുന്ന കാലം അടുത്തു വരാൻ പോവുകയാണ്. സഹോദരങ്ങളെ, ഞങ്ങൾക്കും അങ്ങനത്തെ ആവശ്യം വന്നിട്ടില്ല. സക്കരിയ സലാഹി പറയുന്നതും ബാലുശ്ശേരി പറയുന്നതും അതിനെതിരെ അനസ് എന്ന് പറയുന്ന കപ്പം പറയുന്നതും അതിനെതിരെ പിന്നൊരു കപ്പം പറയുന്നതുമൊക്കെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് LCD-യിലൂടെ കേൾക്കും. അപ്പൊ നിങ്ങൾ തീരുമാനിക്കണം, ഇതോ സലഫി കപ്പന്മാരെന്ന് പറഞ്ഞിട്ടായിരിക്കും. ബേജാറ് വേണ്ട. ക്ലിപ്പെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എത്തുമ്പോ നിങ്ങൾ തന്നെ പറയും അവനെ കപ്പന് നല്ല പറയേണ്ടത്. പേര് നിങ്ങൾ വേറിട്ടോളൂ. കെപ്പൻ എന്ന് പറഞ്ഞെങ്കിൽ ചെവിട് കേൾക്കാത്ത ആള്. ചെവിടല്ല ഇപ്പൊ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് മൗലവിമാർക്ക്. യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറയുന്ന ഹദീസിനെ ഒണിപ്പിച്ച് വെച്ച് വലിയ വലിയ നേതാക്കൾ ഇപ്പത്തെ ഒരു മെല്ലെ മെല്ലെ പരുതാൻ തുടങ്ങിയപ്പോ ഇടക്കിടക്ക് ഒരു ഹദീസ് കാണാൻ തുടങ്ങുന്നു. ഞങ്ങൾ പറഞ്ഞത് മാത്രമേ നിങ്ങൾ പ്രസംഗിക്കാൻ പാടുള്ളൂ. അതും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞ കിതാബിന്റെ പേജേ നോക്കാൻ പാടുള്ളൂ, അപ്പുറം നോക്കാൻ പാടില്ല. ഞങ്ങൾ നിങ്ങൾക്ക് എഴുതി തന്ന പുസ്തകം മാത്രമേ വായിക്കാൻ പാടുള്ളൂ, അപ്പുറം നോക്കാൻ പാടില്ല. ഞങ്ങൾ എഴുതി തന്ന ചീട്ടുകൾ മാത്രമേ നോക്കാൻ പാടുള്ളൂ, അപ്പുറം നോക്കാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞ് കെപ്പന്മാരാക്കിയിട്ട് വെച്ചത് 1-2 ഇങ്ങനെ നോക്കിയപ്പോഴുണ്ട് യാ ഇബാദല്ലാഹി അഈനൂനി എന്നുള്ള ഹദീസ് കാണുന്നു. എങ്ങനെ പരിശോധിച്ചിട്ട് അതിന്റെ ലൈഫാക്കാൻ കാണുന്നില്ല. മേലോട്ട് നോക്കി ഇതാ ഹദീസുണ്ട്, സഹായം ചോദിക്കണമെന്ന്. നിങ്ങളല്ലേ മമ്പുറത്ത് തങ്ങളെ ചോദിക്കുക, അവരുടെ അടുത്ത് പോയിട്ട് ചോദിച്ചാൽ കാഫിർ എന്ന് പറഞ്ഞത്. നിങ്ങളല്ലേ മദനി തങ്ങളുടെ അടുത്ത് പോയിട്ട് ചോദിച്ചാൽ കാഫിർ എന്ന് പറഞ്ഞത്. നിങ്ങളല്ലേ കുത്തുബിയത്ത് നടത്താൻ കാഫിർ എന്ന് പറഞ്ഞത്. നിങ്ങളല്ലേ അജ്മീർ ശരീഫിൽ പോയിട്ട് ഇതുവരുന്ന കാഫിർ എന്ന് പറഞ്ഞത്. ഇതല്ലേ യാ ഇബാദല്ലാഹി അഈനൂനി? മരണമെന്നോ ഹയാത്തെന്നോ വ്യത്യാസമില്ലാതെ ഹയാത്ത് കാലത്തോ മരണശേഷമോ എപ്പോ വേണമെങ്കിലും നിങ്ങൾ വിളിക്കുക എന്ന് ഹോൾസെയിൽ പെർമിഷൻ തന്ന ഹദീസ് ഇതല്ലേ ഞങ്ങൾ കാണുന്നത്. എന്റെ മൗലവിമാരെ നിങ്ങൾ ഉണ്ടായിരിക്കുന്നു പറഞ്ഞപ്പോ ഔട്ട്.
സക്കരിയ ഔട്ട്, ബാലുശ്ശേരി ഔട്ട്, കരിവേറ്റ് മൗലവി ഔട്ട്, മറ്റൊരുത്തൻ ഔട്ട്, ഇവൻ ഔട്ട്, എല്ലാം ഔട്ടായിട്ട് ആരാപിന്റെ ഉള്ളത്. സഹോദരങ്ങളെ, ഇതൊക്കെ മറച്ചു വെക്കാനാണ് ഈ കർണാടക സ്റ്റേറ്റിൽ നിങ്ങൾ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് കർണാടകയിലും നിങ്ങളെ ഗ്രൂപ്പുകളായി തല്ലിച്ചിതറി ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ലുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നിർമ്മിച്ച എല്ലാ പള്ളികളെയും നിങ്ങളെ സ്ഥലത്തിപ്പുള്ളത് തന്നെ കല്ലെറിഞ്ഞ് പൊടിയാക്കുന്ന ഒരു കാലഘട്ടം അടുത്ത് തന്നെ വരാൻ പോവുകയാണ്. ഞങ്ങൾ ആവശ്യമില്ല. ശരിക്കും ഇൻഷാ അല്ലാഹ് ഈ ഗ്രൂപ്പ് പുറത്തു വരട്ടെ. നിങ്ങൾ ഒരു ശരിക്ക് ചിന്തിക്കുന്ന നിഷ്പക്ഷമതികളായ സലഫികളാണെങ്കിൽ രണ്ട് ഗ്രൂപ്പിന്റെയും പരിപാടി വെക്കുന്ന സ്ഥലത്ത് ഒരിക്കൽ ബാലുശ്ശേരിനെയും സക്കരിയ സലാഹിനെയും കൊണ്ടുപോവാ. അത് കഴിഞ്ഞിട്ട് അനീഫ കായക്കൊടിയെയും അനസ് മുഹമ്മദ് മൗലവിനെയും കൊണ്ടുപോവാ. അവരോട് പറയണം, നിങ്ങൾ വേറെ ഒന്നും പറയാൻ പാടില്ല. നിങ്ങൾ തമ്മിലുള്ള കച്ചറയും പ്രശ്നങ്ങളും മാത്രമേ ഇവിടെ പ്രസംഗിക്കാൻ പാടുള്ളൂ എന്ന് ഷർത്ത് വെച്ചിട്ട് രണ്ട് ഗ്രൂപ്പിന്റെ രണ്ട് നേതാക്കളെ വ്യത്യസ്ത ദിവസങ്ങളിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ആശയങ്ങളുടെ പാപ്പരത്തം കള്ളത്തരം ഇവിടെ തുറന്നു പറഞ്ഞ് പ്രസംഗിക്കണം, ക്ലിപ്പ് വെച്ചിട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രസംഗിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം പഠിച്ചവനെ മഹ്ശറയിൽ വിരല് കടിക്കുന്നത് നിങ്ങൾ ഇവിടെ തന്നെ വിരല് കടിക്കാൻ തുടങ്ങും. സഹോദരങ്ങളെ, കഴിയുമെങ്കിൽ അത് നടത്തും. സഹോദരങ്ങളെ, റൗള ഷരീഫിന്റെ അകത്തളങ്ങളിൽ വരെ ബുർദയുടെ വരികൾ ആലാപനം ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അബ്ദുള്ള രാജാവ് അറിയാത്ത ഒരു കപ്പനൊന്നുമല്ല. അബ്ദുള്ള രാജാവ് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിന്റെ അടുത്ത് വന്ന് ഖിബിലക്ക് തിരിഞ്ഞു നിന്നിട്ട് സിയാറത്ത് ചെയ്ത ആളാണ്. അത് കഴിഞ്ഞിട്ടാണ് സക്കരിയ സലാഹിന്റെ വായിക്ക് സീനി വെക്കപ്പെട്ടത്. സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് കെപ്പം പണ്ട് പ്രസംഗിച്ചിനി, സൗദി അറേബ്യയുടെ ഭരണം ഞങ്ങളെ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്ന പണി അവിടുത്തെ റൗള ഷരീഫിന്റെ കുബ്ബ പൊളിക്കലാണെന്ന് ആ കെപ്പം പ്രസംഗിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അതിന്റെ തിക്തഫലമാണ്, ശിക്ഷയാണ് ഇപ്പൊ സക്കരിയ സലാഹി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, സൗദി അറേബ്യന്റെ ഭരണം ഈ കെപ്പന്മാരെ കയ്യിൽ നാണയില്ലേ നിങ്ങൾക്ക്? ഒരിക്കൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു മൂല പറഞ്ഞു, അവനിക്ക് ഡോക്ടറേട്ടാ ഉജ്ജികളെയാ കൊടുവേട, ಇನ್ನು ಡಾಕ್ಟರ್ ಜಕರಿಯಾ ಸಲಹೆ ಅಂತ ಕರೆಯಬೇಡ. ಖಾಲಿದ್ ಜಕರಿಯಾ ಸಲಹೆ ಇವತ್ತು ಎಲ್ಲಿಯೂ ಡಾಕ್ಟರ್ ಕಾಣಲಿಕ್ಕಿಲ್ಲ, ಬರೀ ಜಕರಿಯಾ ಸಲಹೆ ಮಾತ್ರ. ಎಲ್ಲಿಯೂ ಆಯ್ತು ಡಾಕ್ಟರೇಟ್. സഹോദരങ്ങളെ, യാ ഇബാദല്ലാഹി യാ ഈനനി, നമ്മുടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ മഹത്തായ ഹദീസ് വരലോടുകൂടി ജക്കരിയ സലാഹിന്റെ ഡോക്ടറേറ്റ് തെറിച്ചു പോയെങ്കിൽ എന്തെല്ലാം ഇനി തെറിക്കാൻ പോവുകയാണ്. ഇതൊക്കെ അറിഞ്ഞത് കൊണ്ടെന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഏ പൊന്നു മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇങ്ങനെല്ലാം ഭിന്നിച്ചിട്ട് നാണക്കേടായിട്ട് മറ്റ് സമുദായക്കാരുടെ ഇടയിൽ നാറണ്ട. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നിങ്ങൾ 5 നേരം ദുആരിക്കി. എന്താ പ്രാർത്ഥന? ഇഹ്ദിന, പടച്ചവനെ ഞങ്ങളെ നീ നേർവഴിയിലാക്കി. ഏത് നേർവഴി? സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴി, ചൊവ്വായ വഴി, ക്ലിയറുള്ള വഴി. 20 കൊല്ലം മുന്നേ ഒന്ന്, 10 കൊല്ലം കഴിഞ്ഞ് പിന്നൊന്ന്, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നൊന്ന്. അപ്പൊ പറയുന്നത് സക്കരിയ സലാഹി അത്തൂബു ഇലല്ലാഹ്, ഞാൻ തൗബ ചെയ്യുന്നു പഠിച്ചോനെ. ഞാൻ കുറെ ആളെടുത്ത് പ്രസംഗിച്ചിട്ട് കുറെ ആള് ഞാൻ മുശ്രിക്കാക്കിയിട്ട് കുറെ ആള് സുന്നത്ത് ജമാഅത്ത് സലഫിക്ക് വന്നിട്ട് ഇപ്പൊ അവർക്കൊക്കെ വഴിയില്ല, ഞാൻ ഇന്ന് പ്രസംഗിച്ചത് തെറ്റായി പോയി, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരും. എന്നിട്ട് സക്കരിയ സലാഹി തൗബ ചെയ്യുന്നു അള്ളാഹിനോട്. അള്ളാഹിനോട് ഞാൻ മാപ്പ് കേൾക്കുന്നത് ഇതുവരെ കള്ളത്തരം പ്രസംഗിച്ചേന്. സഹോദരങ്ങളെ, അതുകൊണ്ട് നിഷ്പക്ഷമായ സലഫികളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഹക്ക് മനസ്സിലാകണം, സത്യം തിരിയണം. ഞങ്ങൾ ഈ കള്ളന്മാരുടെ കള്ളത്തരങ്ങളും കള്ളപുസ്തകങ്ങളും കള്ളസീകളും സീഡികളൊക്കെ കേട്ടിട്ട് സലഫികളായി പോയവരാണ്. ഞങ്ങൾക്ക് അലിഫ് മാറിയില്ല, അലിഫ് മുതൽ യാ വരെ എണ്ണാൻ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ഫാത്തിഹ ശരിക്കോതാൻ അറിയില്ല, ഞങ്ങൾക്ക് ഫത്ഹുൽ മുഈൻ അറിയില്ല, ഞങ്ങൾക്ക് ബുഖാരി അറിയില്ല. ഞങ്ങൾക്ക് കെപ്പന്മാർ പ്രസംഗിച്ചു തന്നത് മാത്രമേ ഞങ്ങൾക്കറിയൂ. പഠിച്ചവരെ ഞങ്ങൾക്ക് ഹിദായത്ത് കാണിച്ചു തരണേ എന്ന് ചിന്തിക്കുന്ന നിഷ്പക്ഷമതികളായ സലഫികൾ ഈ നാട്ടിലുണ്ടെങ്കിൽ ഈ ക്ലിപ്പൊക്കെ കാണിച്ചു കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട പണി ഇങ്ങനെ ഉണ്ടോ? എന്നിട്ട് സക്കരിയ സലാഹിന്റെ അടുത്തേക്കും പോകണം, ബാലുശ്ശേരിന്റെ അടുത്തേക്കും പോകണം. ഇവിടെയൊക്കെ സലഫി 10 ഗ്രൂപ്പായാൽ ഈ മൗലവിമാർ എവിടെ പോകും? പണി തേടിയിട്ട് എല്ലാം പെട്ടിയും കെട്ടിയിട്ട് കയറും കേരളത്തേക്ക്. അവർക്കറിയാം, ഓ ദേവരേ ദേവരേ, പാർട്ടി മാടപാട, പാർട്ടി മാടപാട, നമ്മ അണ്ണ വകുത്തത്, നമ്മ ഒട്ടുപാട് ഇല്ലാതാകുത്തത് അവർക്കറിയാം. അവരതിനെ മൂടി വെക്കുകയാണ്. നേരിട്ട് വണ്ടി കയറി കോഴിക്കോട്ടേക്ക് സക്കരിയ സലാഹിന്റെ അടുത്ത് പോ, അപ്പുറത്ത് കായ്ക്കോടിന്റെ അടുത്ത്
നിങ്ങൾ ഇങ്ങനെ പ്രശ്നം പറഞ്ഞിട്ട് എന്തൊക്കെ ക്ലിപ്പുകളിലും നെറ്റുകളിലൊക്കെ കാണുന്നു, ഞങ്ങൾക്ക് ആകെ വിശ്വാസമായിട്ടുണ്ട്. നിങ്ങൾ വന്നിട്ടൊന്ന് ശരിക്കും ഓരോരുത്തരും പറഞ്ഞതാ എന്താണ് പ്രശ്നം. അങ്ങനെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരു ദിവസം സക്കരിയ സലാഹും ബാലുശ്ശേരിയും വന്നിട്ട് പ്രസംഗിക്കട്ടെ. അതിന്റെ മറുപടിയായി ഹനീഫ കായക്കൊടിയും അനസ് മൗലവിയും വന്നിട്ട് അവർക്ക് മറുപടി പറയട്ടെ. അപ്പൊ നിങ്ങൾക്കറിയാം സലഫി വിഭാഗം ഇതുവരെ നിങ്ങളെ വഞ്ചിച്ച് കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ, വേസ്റ്റ് ബക്കറ്റിലേക്ക് വലിച്ചെറിഞ്ഞ നിങ്ങളെ കള്ളമൊഴിമാർ കർണാടകയിൽ പറഞ്ഞിട്ട് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്റെ കള്ളിന്റെ കഷ്ണങ്ങളായ തെറ്റിദ്ധരിച്ച് സെൽഫിക്ക് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദര, നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു പണി ഈ നൗഫൽ ഉസ്താദിന്റെ ക്ലിപ്പ് കടികളോടുകൂടി ಈಗ ಉಂಟಾ നമുക്കൊന്നോട് വെക്കുന്ന ഒരു പരിപാടിയുടെ വെപ്പിക്ക് എല്ലാ സലഫിന്റെ ഓഫീസും പൂട്ടും പിറ്റത്തയച്ച, എല്ലാ സലഫിന്റെ പള്ളിക്ക് സീൽ വെക്കും. ഞങ്ങളല്ല, ഇതേ സലഫിന്റെ പിള്ളേർ പള്ളിക്ക് സീൽ വെച്ചിട്ട് എല്ലാം സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരുന്ന കാലം അടുത്തു വരാൻ പോവുകയാണ്. തിരുവനന്തപുരം പോലെയുള്ള വലിയ വലിയ കൾച്ചർ സിറ്റികളിൽ ജീവിക്കുന്ന വലിയ വലിയ ബുദ്ധിരാക്ഷികളായ യുവാക്കൾ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് കുറെ സലഫിന്റെ പിള്ളേർ കോഴിക്കോടിനടുത്ത് ഒരിടത്ത് ഈ അനസ് മൗലവി ജോലി ചെയ്യുന്ന പള്ളിയിൽ പോയി റൂമിലിട്ടിട്ട് ബാതിൽ വന്നു. അല്ല, എന്താ നിങ്ങളെ പരിപാടി? നിങ്ങൾ ഇങ്ങനെ പിണങ്ങിയിട്ട് എന്താ ഞങ്ങൾ എന്ത് ചെയ്യണം? വിട്ടില്ലാതെ സഹോദര ചിൽക്കാക്കും. അവന്റെ കുറ്റിത്താടി പിടിച്ചിട്ട് 2 കെപ്പൊക്കെ ഇട്ടിട്ടാണ് അവിടുന്ന് ചെറുപ്പക്കാർ പുറത്തു വന്നിട്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് ചേർന്നത്. നിങ്ങൾ അതിന്റെ അപ്പുറം ചെയ്യും. ഈ നാട്ടുകാരായ സെൽഫികൾ ആരെങ്കിലും അങ്ങനെ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ സെൽഫികളും കുറ്റിത്താടി പിടിക്കാൻ കിട്ടാതെ എല്ലാം നാട് വിട്ടിട്ടുണ്ടാകും സഹോദരങ്ങളെ. കഴിയുമെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ആണത്തം തെളിയിക്കുക. അതല്ലാണ്ട് ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ക്ലിപ്പ് വെച്ചിട്ട് പ്രസംഗിക്കാൻ വരുമ്പോ പോലീസ് സ്റ്റേഷനിൽ ಹೋಗಿ ಸಾಯಿಬ್ರೆ ಇನ್ಸ್ಪೆಕ್ಟ್ರೆ ಹೇಗಾದ್ರೂ ಮಾಡಿ ಅದನ್ನೆಲ್ಲದಾಗ ಮಾಡಬೇಕು. അതാ പണി. ആണത്തരതാ. ശരിക്ക് കേക്ക്, ശരിക്ക് കാണ്. എന്നിട്ട് ഇതാണോ എന്ന് പറഞ്ഞിട്ട് ഈനെ ഒരു സേടി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ട് കാണിക്കും. തെക്കരിയക്ക് കൊണ്ടുപോയിട്ട് കാണിക്കാൻ എന്ത് പറയുമോ? ഒന്നാ ഉണ്ടെന്ന് പറയില്ല എന്ന് പറയും. ഇല്ല അങ്ങനെയുള്ള വന്നിട്ട് പറയില്ല. ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾ അടുത്ത പരിപാടി? എട്ടാം സമ്മേളനം നടത്തപ്പോ ഒരു പ്രമേയം ഇറക്കി സഹോദരങ്ങളെ. നൂറ്റാണ്ട് കണക്ക് കൂട്ടി നോക്കുമ്പോ സലഫികളെല്ലാം കണക്ക് കൂട്ടി നോക്കുമ്പോ കിട്ടുന്നത് 78 ആണ്ട്, 80 ആണ്ട്, 78 വർഷ, 80 വർഷ. ഏക എണിക്കവാടിയോ 80 മേലെ പോകുന്നില്ല. വിളിച്ചു മൗലവിമാർക്ക് എല്ലിന്റെ മന്തോ ഈ ശതമാണ് 100 ശതമാണ് നൂറ്റാണ്ട്. എല്ലിന്റെ മന്തോ ഈ നൂറ്റാണ്ട്. സലഫിന്റെ ആണ്ട് നൂറ്റാണ്ടോ 80 വർഷം മാത്രമായത്. നൂറ്റാണ്ട് 100 വർഷത്തെ വെക്കൂ. അപ്പൊ പറഞ്ഞത് മക്തിത്തങ്ങളാണ്ട് നേർച്ചയാണ്. മക്തിത്തങ്ങളാണ്ട് നേർച്ചയല്ല, എല്ലാ ഉലമാക്കളെയും ഔലിയാക്കന്മാരുടെയും ആണ്ട് നേർച്ചകൾ സക്കരിയനെ കൊണ്ടും ബാലുശ്ശേരിയെ കൊണ്ടും ഹനീഫ കായക്കൊടിയെ കൊണ്ടും അനസ് മൗലവിയെ കൊണ്ടും എല്ലാം നിങ്ങളെ പരമുതിർന്ന നേതാക്കന്മാരെ കൊണ്ടും മൻകുസ് മൗലിദടക്കം മാലകളടക്കം റാത്തീബടക്കം ആണ്ട് നേർച്ചകളടക്കം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചെയ്യിപ്പിക്കും. ചെയ്യിച്ചിട്ടേ ഞങ്ങൾ ഇരിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ എസ്എസ്എഫിന്റെ പ്രവർത്തകന്മാർ ഇവിടെ പ്രതിജ്ഞ എടുക്കുകയാണ്. ഇന്ന് വലിയ ആവശ്യമൊന്നുമില്ല. നൗഷാദ് അഹ്സനി ഉസ്താദ് തഹ്ഖീഖ് സുന്ന എന്ന് പറഞ്ഞിട്ട് ഒരു കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട് രാമന്തളിയിൽ. അവിടെ 40 ദിവസത്തെ കോഴ്സ് കൊടുത്തിട്ട് SSLC പഠിക്കുന്ന 15-16 വയസ്സുള്ള പിള്ളേരെ ഇറക്കി വിട്ടിട്ടുണ്ട്. സക്കരിയ സലാഹിക്ക് മറുപടി കൊടുക്കാൻ, കായക്കൊടിക്ക് മറുപടി കൊടുക്കാൻ, അനസ് മൗലവിക്ക് മറുപടി കൊടുക്കാൻ, അതുപോലെ ബാലുശ്ശേരിക്ക് മറുപടി കൊടുക്കാൻ. ഇനി വലിയ പണ്ഡിതന്മാരൊന്നും ആവശ്യമില്ല. നിങ്ങളെ എല്ലാ കള്ളത്തരങ്ങളും ലോകർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി മറുപടി പറയാൻ പറയുന്നത് SSLCന്റെ ചെറിയ 15-16 വയസ്സുള്ള ശരിക്കും മീശ വളക്കാത്ത ചെറിയ പിള്ളേരായിരിക്കും നിങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് നിങ്ങളെ മൂലക്കിരുത്താൻ വരുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ നിഷ്പക്ഷരായ സത്യം മനസ്സിലാക്കണമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നോളൂ, നമുക്കൊരു കുഴപ്പമില്ല. സക്രാത്തിന്റെ സമയത്ത് പറയും മരിക്കണമെന്ന് ബോധ്യമുണ്ടോ? കബറിൽ കിടക്കണമെന്ന് ബോധ്യമുണ്ടോ? നിങ്ങളും തിരിച്ചു വരിക സുന്നത്ത് ജമാഅത്തിലേക്ക്. എല്ലാ കള്ളത്തരവും മനസ്സിലാക്കി അവരെ കൊണ്ടിവിടെ പരിപാടി വെപ്പിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരിക. അതുകൊണ്ട് ഞാൻ
ദീർഘിപ്പിക്കുകയില്ല. ഒരുപാട് പറയാനുണ്ട് ഈ മഹാനായ നൗഫൽ ഉസ്താദിന്. നൗഫൽ സഖാഫി കേരള കർണാടക എന്നല്ല ഇന്ത്യ രാജ്യം ഒട്ടുക്കും ഫസ്റ്റ് റാങ്ക് എടുത്താലാണ് മർക്കസ് സഖാഫത്ത് സുന്നിയെ. ഇക്കൊല്ലത്തെ 35ാം വാർഷിക 16ാം സന്നദ്ധദാന മഹാസമ്മേളനത്തിൽ വെച്ച് സഹോദരങ്ങളെ നൗഫൽ സഖാഫി ഫസ്റ്റ് റാങ്കാണ്. അതിൽ യുപിക്കാരുണ്ട്, കേരളമുണ്ട്, കർണാടക ഉണ്ട്, തമിഴ്നാടുണ്ട്, ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്നവരും ഉണ്ടാകാം. അവരിൽ എല്ലാവരിലും ഫസ്റ്റ് റാങ്ക് എടുത്തിട്ട് നമ്മളെ കർണാടകത്തെ ഇന്ത്യക്ക് മുന്നിൽ ലോകത്തിന് മുന്നിൽ എടുത്തു കാട്ടിയ വലിയ പ്രവർത്തകനും പ്രാസംഗികരുമാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർക്ക് വേണ്ടി, ഉലമാക്കൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. നമ്മുടെ ഇഷാറ പത്രിക നിങ്ങൾ വായിക്കണം. എല്ലാ വീടുകളിലേക്കും ഇഷാറ പത്രിക എത്തിക്കണം. അതിന്റെ കൂടെ മഹാനായ കർണാടക സ്റ്റേറ്റിലെ വലിയ സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധകനും പ്രവർത്തകനുമായ കാമിൽ സഖാഫി ഉസ്താദ് അവറുകൾ ഇതിന്റെ മുമ്പ് ഒരു പ്രാവശ്യം നൗഫൽ ഖൽസയോടുകൂടി ഇവിടെ വന്ന് നമുക്ക് പ്രസംഗിച്ചു തന്നിട്ടുണ്ട്. മഹാനവറുകൾ ചീഫ് എഡിറ്ററായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രമുണ്ട്, സുന്നിവാണി. സലഫി, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, പിപി എല്ലാ വിഭാഗങ്ങൾക്കെതിരെ വളരെ വ്യക്തമായി എഴുതിക്കൊണ്ടിരിക്കുന്ന കർണാടകയിലെ ഒരേ ഒരു പത്രമാണ് സുന്നിവാണി. ആ സുന്നിവാണി നിങ്ങൾ എല്ലാ വീടുകളിലേക്കും എത്തിക്കണം. 140 രൂപ കൊടുത്താൽ എല്ലാ മാസവും നിങ്ങളുടെ വീടുകളിലെത്തും. സുന്നിവാണിന്റെ പ്രചാരകരാകണം, പ്രബോധകരാകണം. സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധന മാർഗം അല്ലാഹു വളരെ വിശാലമായി തുറന്നു തന്നിട്ടുണ്ട്. വലിയ വിശാലമാക്കി പെരുമാറാകട്ടെ. SBS, SSF, SYS, SMA, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, ജംഇയ്യത്തുൽ ഉലമാ തുടങ്ങിയ സംഘടനകളെ ശക്തിപ്പെടുത്തുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക. ഒരേ ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്. സലഫി, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്കെതിരെ ഒരു വിരലെടുക്കണമെങ്കിൽ, ഒരു സംസാരിക്കണമെങ്കിൽ ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ തുടങ്ങിയ മഹാരഥന്മാരായ നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതല്ലാത്ത കുറെ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സലഫിയെ ചാലഞ്ച് വിളിച്ചിട്ട് ഒരു 5 മിനിറ്റ് കസാലയിൽ ധൈര്യത്തിലിരിക്കാൻ പറ്റുന്ന ഒരൊറ്റ പണ്ഡിതനും സഹോദരങ്ങളെ മഹാരഥന്മാരായ താജുൽ ഉലമയും ഖമറുൽ ഉലമയും നൂറുൽ ഉലമയും നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ അനുയായികൾക്കല്ലാതെ, അവരെ അനുഗമിക്കുന്ന പണ്ഡിതന്മാർക്കല്ലാതെ സാധ്യമല്ല എന്ന് പറഞ്ഞു നിങ്ങളോട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ സംഘടനകളെ ശക്തിപ്പെടുത്തുക. ഉലമാക്കൾക്കും സാദാത്തുക്കൾക്കും വേണ്ടി, ദീർഘായുസ്സിനും ആഫിയത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമറിയാതെ തെറ്റിദ്ധരിച്ചു പോയ എല്ലാ വിദഈ ചെറുപ്പക്കാർക്കും സുന്നത്ത് ജമാഅത്തിലേക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്ത് സുന്നത്ത് ജമാഅത്തിനെ അല്ലാഹു ശക്തിപ്പെടുത്തുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി ഇവിടെ നടത്തുന്നത് ഉപ്പിലങ്ങാട്ടി ഡിവിഷൻ SSFന്റെ കർമ്മധീരരായ പ്രവർത്തകരാണ്. അവരാരാണെന്ന് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ മർക്കസ് സഖാഫത്ത് സുന്നിയായുടെ പ്രചരണ സമ്മേളനങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമയെ, താജുൽ ഉലമയെ ഉപ്പിലങ്ങടിയുടെ നിലകൊള്ളുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഐതിഹാസികമായ സമ്മേളനം നടത്താൻ മുൻപന്തിയിലുണ്ടായിരുന്നത് നമ്മുടെ SSFന്റെ ചുണക്കുട്ടികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടി വലിയ വിജയത്തിലും ബർക്കത്തിലുമാക്കി തന്ന് ഈ പരിപാടിയിലെ തെറ്റിദ്ധരിച്ചു പോയ ഏതെങ്കിലും സലഫി ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിക്ക് സർവ്വവിധ ആശംസകളും നേർന്നുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد صلى الله عليه وسلم وعلى آل وأصحاب سيدنا محمد صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين
ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم: من وقر صاحب بدعة فقد أعان على هدم الإسلام. رواه البيهقي. صدق رسول الله. يا سيد الأبرار حبك في دمي نهر على نحو السبابة جاري لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا سادة البدر السلام عليكم نرجو الغياث ونحتمي بحماكم مستيقنين بفضلكم وعلاكم فتقبلوا برضاكم رضي الله عنكم وزد عرفاننا يا الله. يا سيدي سندي غوثي ويا مددي كن لي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر الجيلاني. ബഹുമാനികളെ, പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയവും ആദർശവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ് എന്ന് ഉച്ചേസ്തരം പ്രഖ്യാപിച്ചുകൊണ്ട് ഉപ്പിനങ്ങാടിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ സംഘടിപ്പിച്ച ആദർശ വിശദീകരണ വേദിയിലാണ് നാം ഉള്ളത്. ഈ പ്രദേശം ഇവിടുത്തെ ഐക്യവും ഒത്തൊരുമയും വിനീതനായ എന്നേക്കാൾ നന്നായി അറിയുന്നവരാണ് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവരും. പലപ്പോഴും സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടികൾ ഉപ്പിനങ്ങാടിയിൽ നടന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ആ സമയത്തെല്ലാം ഇത്തരത്തിലുള്ള ഒരു ആശയ വിശദീകരണ പരിപാടികൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഉപ്പിനങ്ങാടിയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ തുടക്കം കുറിച്ച് സംഘടിപ്പിച്ചതായി എന്റെ അറിവിൽ ഇല്ല. അതേ സമയത്ത് ഇവിടെയുള്ള മുസ്ലിമീങ്ങളെല്ലാവരും അത് ഏത് സംഘടനയിലുള്ളവരായാലും ഏത് ഗ്രൂപ്പിലുള്ളവരായാലും ഏത് പ്രസ്ഥാനത്തിലുള്ളവരായാലും
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം അതാണ് നേരായ ആദർശം. ആ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചവർ ആരെല്ലാമുണ്ടോ അവർ നേരായ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചവരാണ് എന്ന് മനസ്സിലാക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, അത് ഏത് സംഘടനയിലുള്ളവരായാലും ഏത് പ്രസ്ഥാനത്തിലുള്ളവരായാലും ഏത് ഗ്രൂപ്പിലുള്ളവരായാലും, പ്രിയപ്പെട്ടവരെ, ഇവിടെ തുടക്കം അത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, കുറെ മുമ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചു മുമ്പ് എന്നും വ്യാഖ്യാനിക്കാം. ഈ വിനീതനായ ഞാൻ തൊട്ടടുത്ത എവറസ്റ്റ് മൈതാനിൽ ഞാൻ വന്ന് പ്രസംഗിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സഹോദരന്മാരെ, അത്തരത്തിൽ ഒരു പ്രസംഗം ഈ മൈതാനിയിൽ സംഘടിപ്പിക്കാനുള്ള കാരണം എന്താണ്? അവിടെ പുത്തൻവാദികൾ വന്നു, മുജാഹിദിന്റെ നേതാക്കൾ വന്നു, അവർ വന്ന് പ്രസംഗിച്ചു. ഉപ്പിനങ്ങാടിയിൽ പ്രസംഗിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, ആ പ്രസംഗിച്ചതിന് ശേഷം അവർക്ക് വേണ്ട സംഘടനയുടെ വിഷയങ്ങൾ പരാമർശിച്ച് ഇവിടുന്ന് തടി സലാമത്താക്കിയാൽ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഏതെല്ലാം പ്രസ്ഥാനങ്ങളുണ്ട്, ഏതെല്ലാം മതങ്ങളുണ്ട്, ഏതെല്ലാം കക്ഷികളുണ്ട്, ഏതെല്ലാം ഗ്രൂപ്പുകളുണ്ട്, അവർക്കെല്ലാവർക്കും നാം മറുപടി പറയാൻ സമയം കണ്ടെത്തുന്നുണ്ടോ? ഇല്ല. അതിന്റെ കാരണം ആ പ്രസ്ഥാനങ്ങളും ആശയങ്ങളും മതങ്ങളും ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുമെല്ലാം അവരുടെ ആദർശങ്ങളും സംഘടനാ വിഷയങ്ങളും പരാമർശിച്ച് പോകുമെന്നല്ലാതെ വേറെ ഒരു മതത്തെ കുറ്റപ്പെടുത്തുന്നില്ല, വേറെ ഒരു പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അതേസമയത്ത് ഇവിടെ വന്ന മുജാഹിദിന്റെ സുഹൃത്തുക്കൾ എന്ന് തന്നെ ഞാൻ പറയുകയാണ്. കാരണം അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കൊണ്ടെങ്കിലും നന്നായി കിട്ടിയാലോ അല്ലാഹു അവരെ ഹിദായത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമുക്കാരോടും വിദ്വേഷമില്ല, ഒരാളോടും വൈരാഗ്യമില്ല. ഒരു മുജാഹിദിന്റെ പ്രവർത്തകൻ അവൻ ഒരു മനുഷ്യനാണ്, അവനൊരു മുസ്ലിമാണ് എന്ന വീക്ഷണത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു വിദ്വേഷവും ഇല്ല, ഒരു വൈരാഗ്യവുമില്ല. അതേ സമയത്ത് ആ പ്രവർത്തകൻ പേര് നടക്കുന്ന ആശയം, ആ ആശയങ്ങളെ കൊണ്ട് ആഭരണം ധരിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെയാണ് നമുക്ക് ഒരൽപ്പം മാനസികമായ സന്തോഷക്കുറവ് നടന്നത്. നിങ്ങൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഈ ഉപ്പിനങ്ങാടി എന്ന പ്രദേശത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ തുടക്കമായി തന്നെ ഒരു LCD ക്ലിപ്പിംഗ് അവതരിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഖണ്ഡന പ്രഭാഷണം നടത്തിയിട്ടോ രംഗത്ത് വന്നിട്ടില്ല, വരേണ്ട ആവശ്യവും ഉണ്ടായിട്ടില്ല. അതേസമയത്ത് ഇവിടെ പ്രസംഗിക്കാൻ വന്ന മുജാഹിദിന്റെ നേതാക്കൾ, ആ നേതാക്കൾ ഇവിടെ വന്നു, അവർക്ക് സംഘടനയുടെ വിഷയങ്ങൾ പറയാമായിരുന്നു. ഇവിടെ മുസ്ലിമീങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിന്റെ ലേബലിൽ പ്രവർത്തിക്കുന്ന എത്ര സംഘടനകളാണ് ഇവിടെയുള്ളത്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ പ്രസ്ഥാനക്കാരും എല്ലാ ഇസക്കാരും ശ്രദ്ധിക്കാനാണ് ഞാനിത് പറയുന്നത്. ഇത് കേവലം കാന്തപുരം ഉസ്താദിന്റെ അനുയായികൾക്കോ മർഹൂം ശംസുൽ മയ്യിദ് ഉസ്താദ് അല്ലാഹു അവർക്ക് ദർജ കൊടുക്കുമാറാവട്ടെ, ആ ഉസ്താദിന്റെ അനുയായികൾക്കോ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഇവിടെ ഇസ്ലാമിന്റെ ലേബലിൽ പ്രവർത്തിക്കുന്ന ഏതെല്ലാം സംഘടനകളുണ്ടോ ആ സംഘടനകൾ മുഴുവനും സഹോദരന്മാരെ, മുസ്ലിമീങ്ങൾക്കിടയിൽ നടക്കുന്ന പ്രയാസങ്ങൾ അതിനെ മാറ്റാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഭിന്നിപ്പുകൾ, ആ ഭിന്നിപ്പുകളെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അതല്ലേ ഒരു മുസ്ലിമിന്റെ കടമ? അൽ ഇസ്ലാഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുക. ഇവിടെ ഭിന്നിച്ചു പോയിട്ട് എന്താ ഫലം? ഇസ്ലാമിന്റെ ലേബലിൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടെന്താ ഫലം? അതിനേക്കാളും സന്തോഷവും നല്ലതും ഈ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് സമുദായങ്ങൾ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ തോളിൽ തോല് ചേർത്ത് സുബ്ഹാനല്ലാഹ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചാലല്ലേ സഹോദരന്മാരെ ഈ മതത്തിന് അതിന്റെ നേട്ടമുണ്ടാവുക?
ഈ മതത്തിന്റെ കീഴിലുള്ള ഒരുപാട് സംഘടനകൾ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. എനിക്കാരോടും വിദ്വേഷമില്ല, ഒരാളോടും വൈരാഗ്യമില്ല. പക്ഷേ വിഷയങ്ങൾ ആധികാരികമായി പറയുമ്പോൾ ഒന്ന് വിശാലമായി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഭിന്നിപ്പിന്റെ ആവശ്യകതയില്ല. അതേസമയത്ത് ഉപ്പിനങ്ങാടി എന്ന പ്രദേശം, പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാ മുസ്ലിമീങ്ങളും, ഇവിടെ ഗ്രൂപ്പുകൾ ഉണ്ടായേക്കാം, ഇവിടെ സംഘടനകൾ ഉണ്ടായേക്കാം, അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതേസമയത്ത് എല്ലാ ഗ്രൂപ്പുകാരും സംഘടനക്കാരും ഒറ്റക്കെട്ടായി ഐക്യത്തോടെ മുന്നോട്ട് നീങ്ങിയിരുന്ന കാലമാണ് ഉപ്പിനങ്ങാടിയുടെ മണ്ണിന് പറയാനുള്ളത്. അതേസമയത്ത് ഇവിടെ വിഭാഗീയതയുടെ വിത്ത് പാകിയത് ആരാണ്? ഇവിടെയുള്ള ഓരോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്റെ മുന്നിലുള്ള ചോദ്യമാണ്. ഈ ഉപ്പിനങ്ങാടിയിൽ ഇന്ന് വരെ പ്രസംഗിക്കാൻ വന്ന ഒരു അന്യമതക്കാരനും മുസ്ലിമീങ്ങളല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരു സംഘടനക്കാരനും പറഞ്ഞിട്ടില്ല, ഒരു പ്രസ്ഥാനക്കാരനും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർക്കും മറുപടി പറയേണ്ട ഒരു ആവശ്യകത ഈ മണ്ണിൽ ഉണ്ടായിട്ടില്ല. അതേസമയത്ത് ഇവിടെ ആദ്യമായി വിഭാഗീയതയുടെ വിത്തുപാകിയത് ഇവിടെയുള്ള പുത്തൻവാദികളാണ്. ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളും അനുയായികളുമാണ്. നിങ്ങൾ നോക്കൂ, ഇത്തരം വലിയ ഒരു ജനക്കൂട്ടം ഇവിടെ തടിച്ചുകൂടാനുള്ള കാരണം എന്താണ്? ആ കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ആ പരിപാടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ സൂചിപ്പിച്ചു തന്റെ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം. അതെന്താണ്? ഇന്ന് അവർക്ക് സുന്നികളെ കുറിച്ച് പറയാൻ നേരമില്ല. ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്, പാവപ്പെട്ട ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പല വേദികളിലും. സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ പലപ്പോഴും പറഞ്ഞിരുന്നു, സുന്നികളിൽ രണ്ട് ഗ്രൂപ്പുണ്ട്. ഏതൊക്കെയാ രണ്ട് ഗ്രൂപ്പ്? ഒന്ന് മർഹൂം ശംസുൽ ഉലമ ഇ കെ ഉസ്താദിന്റെ ഗ്രൂപ്പ്, അല്ലാഹു അവിടുത്തെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അവിടുത്തെ ദറജത്ത് കൊടുക്കുമാറാവട്ടെ. മറ്റൊന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവരുകളും ഖമറുൽ ഉലമ ശൈഖുനാ കാന്തപുരം ഉസ്താദും നൂറുൽ ഉലമ ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ് തുടങ്ങിയുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വം നൽകുന്ന സംഘടന എന്നിങ്ങനെ പറഞ്ഞ് ഇവിടെ സുന്നികൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ മുജാഹിദിന്റെ നേതാക്കൾ ശ്രമിച്ചിരുന്നു. അതേസമയത്ത് ഇവർക്കറിയില്ല, ഇവിടെ കാന്തപുരം ഉസ്താദിന് അനുയായികളായാലും മറ്റുള്ളവരായാലും സഹോദരന്മാരെ, ഒരുപക്ഷേ ഇവിടെയുള്ള പ്രശ്നം ശാഖാപരമായ പ്രശ്നമാണ്. അതേസമയത്ത് ഇവർക്കറിയില്ല, ഒരു പുത്തൻവാദി വന്ന് ഉപ്പിനങ്ങാടിയുടെ മണ്ണിൽ പ്രസംഗിച്ചാൽ തീർച്ചയായും അവർക്ക് മറുപടി പറയാൻ വേദി കിട്ടുന്നതിലും ആ പരിപാടി വിജയിപ്പിക്കുന്നതിലും ഇവിടെയുള്ള കാന്തപുരം ഉസ്താദിന്റെ അനുയായികളായാലും മർഹൂം ശംസുൽ ഉലമ ഇ കെ ഉസ്താദിന്റെ അനുയായികളായാലും അവിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് കേട്ടോ. ഇതിലിവിടെ ആർക്കും തർക്കം വേണ്ട. സുന്നത്ത് ശാഖാപരമായി അല്പം ഇവിടെ ചെറിയ മട്ടത്തിലുള്ള തർക്കമുണ്ടെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയും ഒരു വിഭാഗീയതയില്ല, ഐക്യമാണ്, ഒറ്റക്കെട്ടാണ് എന്ന് എന്റെ നേതാക്കൾക്ക് വേണ്ടിയും ഉസ്താദുമാർക്ക് വേണ്ടിയും ഈ വിനീതനായ മുത്തഅല്ലിമായ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരന്മാരെ, കുറെ വിഷയങ്ങൾ കാണിക്കാനുള്ളത് കൊണ്ട് ഞാൻ ആമുഖം നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ പാവപ്പെട്ട ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ സ്ക്രീനിൽ ഇൻഷാ അല്ലാഹ് നമ്മെ രണ്ട് ഗ്രൂപ്പാണ് എന്ന് പരിഹസിച്ച ഇവർക്ക് പരിഹസിക്കാൻ യോഗ്യതയുണ്ടോ ഇല്ലേ അത് മനസ്സിലാക്കാനാണ് ഞാനിത് കാണിക്കുന്നത്. അവർ ചുരുങ്ങിയത് 8 പരമുണ്ടായേക്കാം. ഇനി അത് ആരും ഇഷ്ടാലാക്കണ്ട. 8ന്റെ അപ്പുറം ഉണ്ടല്ലോ ഉസ്താദ്. ചുരുങ്ങിയത് 8 വിഭജിച്ചിരിക്കുന്നു എന്നാണ്. അതിലപ്പുറം എത്രയോ ആകാം. അത് നിങ്ങൾ എത്ര ആഡ് ചെയ്താലും ഒരു കുറവുണ്ടാവില്ല. സബ്ട്രാക്ട് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആഡ് ചെയ്താൽ ഒരു കുഴപ്പമില്ല, മൾട്ടിപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അവർ തമ്മിലടിക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നു. അതിനു മുമ്പ് കുറച്ചു നേരം നിങ്ങൾ ക്ഷമിച്ചിരിക്കണം. അതെന്താണെന്നറിയോ? ഇവിടെ വന്ന് പ്രസംഗിച്ച മുജാഹിദിന്റെ നേതാവ്, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അദ്ദേഹം കർണാടകക്കാരനല്ല, തനി മലപ്പുറംകാരനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മലപ്പുറം കാക്കന്മാരെ വർത്താനമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എനിക്ക് കേൾക്കാൻ സാധിച്ചത്.
നമുക്കിവിടെ മറുപടി പറയാതെ പോകാമായിരുന്നു. അതേസമയത്ത് നാം വളരെയധികം സ്നേഹിക്കുന്ന നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നാം സ്വലാത്ത് ചൊല്ലും. ആ നേതാവിന്റെ പേരിൽ ചെല്ലുന്ന സ്വലാത്തിനെ കുറിച്ച് ഇവിടെ പ്രസംഗിച്ച മൗലവി പറഞ്ഞത് എന്താണെന്നറിയോ? ഇവരുടെ ഒരു സ്വലാത്തുണ്ട്, ഹലാക്കിന്റെ സ്വലാത്ത്. നിങ്ങൾ മനസ്സിലാക്കണം, ഹലാക്കിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നാശത്തിന്റെ സ്വലാത്ത് എന്നല്ലേ ചെറുപ്പക്കാരെ അതിന്റെ അർത്ഥം? സ്വലാത്തിനെ കുറിച്ച് ഹലാക്കിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ ഈമാൻ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മറുപടി പറയാതിരുന്നാൽ സാധ്യമല്ല എന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. മറുപടിയും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അതൊന്ന് ക്ലിയർ ചെയ്ത ശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അല്ലാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ അല്ലാഹു ഇനി നമുക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ആമീൻ. നാമുകമായി ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, അദ്ദേഹം ഇവിടെ പ്രസംഗിച്ച കൂട്ടത്തിൽ കാര്യമായി അദ്ദേഹം പറഞ്ഞത് ഈ റബീഉൽ ആഖിർ മാസത്തിൽ സുന്നികളെല്ലാവരും ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ വിളിച്ച് സഹായം ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സുന്നികളെല്ലാവരും ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. എന്തേ കാരണം? എല്ലാ സുന്നികളും ഖുതുബിയത്ത് പാരായണം നടത്തുന്നുണ്ട്. ആ ഖുതുബിയത്തിൽ 2 വരികളുണ്ട്. ആ 2 വരിയാണ് കാര്യമായി അദ്ദേഹം പരാമർശിച്ചത്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടവർ എന്റെ സദസ്സിലുണ്ടായേക്കാം. അതേസമയത്ത് ഞാൻ അവരോട് പറയാം, ചില വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞതിന് ഈ പാവപ്പെട്ട ഞാൻ മറുപടി പറയാൻ പോകുന്നില്ല. കാരണം മറുപടി അർഹിക്കാത്ത ചോദ്യങ്ങളാണ്. മറുപടി അർഹിക്കാത്ത ചോദ്യങ്ങൾക്ക് ഇതാ നഫക സഫീഹു ഫലാ തുജിബുഹു എന്നാണ് മഹാന്മാർ പറഞ്ഞ മറുപടി. അതുകൊണ്ട് തന്നെ വിദ്യത്തിന് മറുപടി പറയുന്നില്ല. അതേസമയത്ത് ജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാക്കുന്ന ചില ചോദ്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അതിന് മറുപടി പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം ഖുതുബിയത്തിലെ 2 വരികളാണ് പരാമർശിച്ചത്. ഏതാണത്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മദദി മുജീറ ഇബ്നി ബഖുദി ബിയദി മദാ മുദദി ഖലീഫത്തുല്ലാഹി ഫീനാ മുഹിയദ്ദീൻ. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി അബ്ദുൽ ഖാദിർ